നമസ്കാരം. മലയാള സിനിമാ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന വെബ് സീരീസുകളിൽ ഒന്നായ അണലിയുടെ പുതിയ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഈ വെബ് സീരീസിന്റെ പുതിയ ക്യാരക്ടർ പോസ്റ്ററാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. ഇത്തവണ പുറത്തിറങ്ങിയിരിക്കുന്നത് നടി ലിയോണ ലിഷോയിയുടെ ക്യാരക്ടർ ലുക്കാണ്. ഓരോ ചിരിക്ക് പിന്നിലും ഒരു നുണയുണ്ടാകും എന്ന കൗതുകം നിറഞ്ഞ ക്യാപ്ഷനോടെയാണ് പോസ്റ്റർ പുറത്തിറക്കിയിരിക്കുന്നത്. സൈക്കോ ചിരിയോടെ നിൽക്കുന്ന ലിയോണയുടെ വ്യത്യസ്ത ലുക്ക് പ്രേക്ഷകരിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. പോസ്റ്റർ പുറത്തു വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് താരത്തിന്റെ ഗെറ്റപ്പിനെയും കഥാപാത്രത്തിന്റെ തീവ്രതയെയും പ്രശംസിച്ച് രംഗത്തെത്തിയത്. കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ച കൂടത്തായി കൂട്ടക്കൊലപാതക കേസിനെ ആസ്പദമാക്കിയാണ് അണലി ഒരുക്കുന്നത്. കേസിലെ മുഖ്യപ്രതിയായ ജോളി ജോസഫിന്റെ കഥാപാത്രമായാണ് ലിയോണ ലിഷോയി എത്തുന്നത്. അഭിനയ സാധ്യതകൾ ഏറെയുള്ള ഈ കഥാപാത്രം ലിയോണയുടെ കരിയറിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ വേഷങ്ങളിൽ ഒന്നായിരിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിനു മുൻപ് നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ച ലിയോണ ഈ കഥാപാത്രത്തിലൂടെ മറ്റൊരു തരത്തിലേക്ക് ഉയരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. കൂടത്തായി കേസ് ഇതിനു മുൻപും സിനിമ ഡോക്യുമെന്ററി ലോകത്തിന്റെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിൽ പുറത്തിറങ്ങിയ കറി ആൻഡ് സൈനൈഡ് എന്ന ഡോക്യുമെന്ററിയും പിന്നീട് ടെലിവിഷനിലെത്തിയ കൂടത്തായി എന്ന പരമ്പരയും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഇപ്പോൾ അതേ സംഭവത്തെ കൂടുതൽ വ്യത്യസ്തമായ അവതരണത്തിലൂടെയും കഥപറച്ചിലൂടെയും വെബ് സീരീസായി അവതരിപ്പിക്കുകയാണ് മിഥുൻ മാനുവൽ തോമസ്. സീരീസിൽ ലിയോണ ലിഷോയിക്കൊപ്പം നിഖില വിമലും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. മറ്റ് താരങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഘട്ടം ഘട്ടമായി പുറത്തുവിടുമെന്നാണ് റിപ്പോർട്ടുകൾ. ഏഷ്യാവിൽ സ്റ്റുഡിയോസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന ഈ സീരീസ് ഉടൻ തന്നെ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കും. റിലീസ് തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും പുതിയ പോസ്റ്റർ പുറത്തു വന്നതോടെ സീരീസിനായുള്ള കാത്തിരിപ്പ് കൂടുതൽ ശക്തമായിരിക്കുകയാണ്. മിഥുൻ മാനുവൽ തോമസിനൊപ്പം ജോൺ മന്ത്രിക്കാലാണ് സീരീസിന്റെ തിരക്കഥ ഒരുക്കുന്നത്. അലമാരയുടെ രചയിതാവും ആൻമരിയ കലിപ്പിലാണ് അർജന്റീന ഫാൻസ് കാട്ടൂർക്കടവ് എന്നീ ചിത്രങ്ങളുടെ സഹരചയിതാവുമായ ജോൺ മന്ത്രിക്കൽ ഈ പ്രോജക്റ്റിലും മിഥുനൊപ്പം കൈകോർക്കുന്നു. ഇരുവരുടെയും കൂട്ടുകെട്ടിലെത്തുന്ന വെബ് സീരീസ് എന്ന നിലയിലും അണലിക്ക് വലിയ പ്രതീക്ഷയാണ് ലഭിക്കുന്നത്. സംവിധായകൻ എന്ന നിലയിൽ നിരവധി വിജയ ചിത്രങ്ങൾ സമ്മാനിച്ച മിഥുൻ മാനുവൽ തോമസ് ആദ്യമായി ഒരു വെബ് സീരീസ് സംവിധാനം ചെയ്യുന്നു എന്ന പ്രത്യേകതയും ഈ പ്രൊജക്റ്റിനുണ്ട്. സസ്പെൻസ്, ക്രൈം, ഇൻവെസ്റ്റിഗേഷൻ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന അദ്ദേഹത്തിന്റെ അവതരണ ശൈലി ഇത്തവണ OTT പ്രേക്ഷകർക്ക് എങ്ങനെ അനുഭവപ്പെടുമെന്ന ആകാംക്ഷയും സിനിമാ പ്രേമികൾക്കിടയിൽ ഉണ്ട്. അതേസമയം മിഥുൻ മാനുവൽ തോമസിന്റെ ഏറ്റവും പുതിയ റിലീസ് ആട് 3 ആയിരുന്നു. ജയസൂര്യയെ നായകനാക്കിയെത്തിയ ആട് ഫ്രാഞ്ചൈസിന്റെ 3ാം ഭാഗവും റിലീസിന് പിന്നാലെ ശ്രദ്ധ നേടിയിരുന്നു. ഇപ്പോൾ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ഗൗരവമേറിയ കഥയുമായാണ് മിഥുൻ OTTയിലേക്ക് എത്തുന്നത്.